ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടാർപ്പ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. മീൻകുളത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ അഡ്രസ്സ് കൊടുത്തത് ആമസോണിൻ്റെ. അപ്പോൾ അത് ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ബാക്കി അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഏതാണ്ടൊരു ചാക്ക് മെറ്റീരിയൽ പോലെ എന്തോ കവറിങ് ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ അഡ്രസ്സും കമ്പനിയുടെ ലേബലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അളവ് വരുന്നത് 24x36 ആണ്. അത്രയും അടിയാണ് ഫീറ്റ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഇതിൻ്റെ വില വന്നത് ഏതാണ്ട് 6599 ആണ്. 250 മൈക്രോൺസ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിനകത്തിൽ അങ്ങനെ അതിനെ ബന്ധപ്പെട്ട് യാതൊന്നും എഴുതിയിട്ടില്ല. അവരുടെ സീല് മാത്രം ടാർപ്പയിലുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബ്ലൂവിനകത്തിൽ സിൽവർ വരുന്നതാണ്. എന്ന് വെച്ചാൽ വൺ സൈഡ് ബ്ലൂവും വൺ സൈഡ് സിൽവറുമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ കളർ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്. ബാക്ക് വശം സിൽവറും അകം ബ്ലൂ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ചാക്ക് പോലത്തെ അഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മറ്റേ ബബിൾ പോലത്തെ ചെറിയൊരു പാക്കിങ് കൂടെ ഉണ്ടായിരുന്നു. അത് സ്റ്റിക്കർ വെച്ച് നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. ഈ അളവ് നമ്മുടെ ഇവിടുത്തെ കടകളിൽ ചോദിച്ചപ്പോൾ അവർ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. അവർ പറയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് 250 മൈക്രോൺസിന്. അപ്പം നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ ആമസോണിൽ ഈ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പം ഒന്നും നോക്കിയില്ല, അങ്ങ് ഓർഡർ ചെയ്തു. പെട്ടെന്ന് തന്നെ ആയിരുന്നു ഡെലിവറി. 17-ാം തീയതിയാണ് ഡെലിവറി പറഞ്ഞതെങ്കിലും എനിക്കൊരു 14-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും കിട്ടിയായിരുന്നു. ഇത് ചണ്ഡീഗഡിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ഈ ആമസോണിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾ പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ച് നമുക്ക് വേണ്ടെങ്കിൽ അയക്കാൻ പറ്റിയ രീതിയിൽ മാത്രമേ പൊട്ടിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമെങ്കിൽ വേറെ കവറ് പാക്കേജ് അന്വേഷിക്കേണ്ടി വരും. അതാകുമ്പോൾ നിങ്ങൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ പൊട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പൊട്ടിക്കുക. തിരിച്ച് ഒട്ടിക്കുകയോ തിരിച്ച് പാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ മാത്രമേ നമ്മളെ സാധനങ്ങൾ പൊട്ടിക്കാൻ പാടുള്ളൂ. ഇതിനിപ്പോൾ റിട്ടേൺ വരുന്നത് 10 ദിവസത്തെ ടൈമേ അവർ തരുന്നുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ അടിച്ചാൽ അവർ ഇത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കവറിൻ്റെ മണ്ടയ്ക്ക് അവരൊരു സീല് ചെറിയൊരു സ്റ്റിക്കർ പോലെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കമ്പനിയുടെ പേരും. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടാർപ്പ നമ്മൾ കവറിൻ്റെ വെളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 3 കവറിങ് ഉണ്ടായിരുന്നു. ഒന്ന് കമ്പനിയുടേത്, അതിൻ്റെ മണ്ടയ്ക്ക് ബബിൾ പോലത്തേത്, അതിൻ്റെ മണ്ടയ്ക്ക് മെയിൻ ചാക്ക്, ഒരു ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ടാർപ്പ സിൽവർ ആയിരുന്നു. ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു. ബ്ലൂ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ വൺ സൈഡ് ബ്ലൂവും വൺ സൈഡ് സിൽവറുമാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് നൂത്ത് നോക്കാം. മെറ്റീരിയൽ വരുന്നത് നല്ല വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഏത് ഹാർഡായിട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, റഷായിട്ട് യൂസ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് തുറക്കുന്നുണ്ട്. വൺ സൈഡ് ബ്ലൂവും വൺ സൈഡ് സിൽവറും ആയിരുന്നു. നമ്മളിപ്പോൾ ഇത് ഫുള്ളൊന്ന് അഴിച്ച് വാട്ടർ പ്രൂഫാണോ എന്നൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ കുളത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. കുളം വരുന്നത് 36x24 നമ്മുടെ കുളവും കഴിഞ്ഞ് ബാക്കി സൈഡിലോട്ട് മടങ്ങി കിടക്കണം. എന്നാലും നമ്മുടെ കുളത്തിൽ ടാർപ്പ കറക്റ്റായിട്ട് കിടക്കത്തുള്ളൂ. ആ അളവും കൂടെ ചേർത്താണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ടാർപ്പ ഇതിപ്പോൾ ഫുള്ള് നൂത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർപ്പ നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കിയായിരുന്നു. വെള്ളം ഒഴിച്ച് നമ്മൾ വാട്ടർ പ്രൂഫ് ആവാൻ ചെക്ക് ചെയ്തിരുന്നു. ഇപ്പം ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ചുറ്റും ഒരു കയറ് പോലെ ഒരു സാധനം, കയറിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് സൈഡിൽ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നിറച്ചൊഴിച്ച് കഴിയുമ്പോൾ ടാർപ്പയിലോട്ട് കൂടുതൽ പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയാണ്. ടാർപ്പ അങ്ങനെ കീറാനുള്ളത് വളരെ കുറവാണ്. സൈഡിലാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒരു ഐലറ്റ് വരുന്നുണ്ട്.
ഓരോ മീറ്റർ ഇടവിട്ടും ഐലറ്റ് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇത് അത്യാവശ്യത്തിന് എങ്ങോട്ട് വേണമെങ്കിലും വലിച്ച് കെട്ടാൻ വേണ്ടി അത് യൂസ് ചെയ്യാവുന്നതാണ്. സൈഡിൽ നല്ല കട്ടിക്കാണ് കയർ ഫുള്ള് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കമ്പനിയുടെ ലേബൽ വന്നത് കവറിൻ്റെ ഫ്രണ്ടിൽ. ഇതതിൻ്റെ മെയിൻ കവറാണ്. സൂപ്പർ മൾട്ടി ടാർപ്സ് എന്ന് പറഞ്ഞാണ് വന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ മണ്ടയ്ക്ക് ഇടുന്നത്, ഐലറ്റ്, അതിങ്ങനെ കുറേ പടങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ പാക്കേജ് കൊടുത്തിട്ടുണ്ട്. സയോണ പോളികാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞാണ് വന്നത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ എഴുതിയിട്ടുണ്ട്. സൂപ്പർ സ്ട്രോങ്, വാട്ടർ പ്രൂഫ്, റെസ്റ്റ്, റോഡ്, അങ്ങനെ പല ആപ്ലിക്കേഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന കുളം നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് സ്വന്തമായിട്ട് മണ്ണെടുത്ത് ചെയ്തതാണ്. 300 ബ്ലോക്കാണ് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴോട്ട് ആഴം 1 മീറ്ററാണ്. പിന്നെ നമ്മളകത്ത് സ്റ്റെപ്പ് പോലെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഈ കുളത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ ടാർപ്പ വാങ്ങിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കുളവുമായിട്ട് സംബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.